ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചമണീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ബീട്രൂട്ട് വെച്ചിട്ട് ആരും കഴിക്കില്ല, പിള്ളേർ കഴിക്കില്ല, പേരൻസ് കഴിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ടൊരു കിടിലൻ ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് 2-3 ബീട്രൂട്ട് ഉണ്ട്. അതിന് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുക്കാം കേട്ടോ. ആദ്യം ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർക്കും നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യം കൊണ്ട് അത് നന്നായി കഴിക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. എളുപ്പ പണിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആദ്യമേ തന്നെ പറയുകയാണ്. നമുക്ക് ബീട്രൂട്ടിന് തൊലിയൊക്കെ കളയാം. വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് അരിഞ്ഞെടുക്കാം. ആദ്യം വട്ടത്തിൽ അരിയുക, നടുമുറിക്കുക. അത് കഴിഞ്ഞിട്ട് അതിനെ ഒന്നുകൂടിയും പീസാക്കുക. എന്നിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുക കേട്ടോ. നമുക്ക് എല്ലാ ബീട്രൂട്ടും അരിഞ്ഞിട്ട് വരാം. കനം കുറച്ച് അരിയണം, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. നമുക്കിനി ഇതിന് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. വെള്ളമയമൊന്നും ഇല്ലാത്ത ഒരു കുപ്പി എടുക്കാം ആദ്യം. നമുക്ക് ആ കുപ്പിയിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വിനാഗിരി ഒഴിക്കാം. വിനാഗിരി ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് കാന്താരിമുളക് ഇട്ട് കൊടുക്കുക. കാന്താരിമുളക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കുട്ടികൾക്കും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇനി എരിവ് പറ്റില്ല എന്നുണ്ടെങ്കിൽ മുളക് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതും കൂടി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം വാരിയിടാം. വിനാഗിരിയുടെ പുളിയും ഉപ്പും മുളകിൻ്റെ എരിവും എല്ലാം കൂടി ആ ബീട്രൂട്ടിലേക്ക് പിടിച്ച് കഴിയുമ്പോഴുള്ള ഒരു സ്വാദുണ്ടല്ലോ, അത് നിങ്ങൾ കഴിച്ച് തന്നെ അറിയണം. എല്ലാവരും ചെയ്ത് നോക്കണേ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും എല്ലാം ചെയ്യണം കേട്ടോ. ഇതാ നമ്മുടെ കുപ്പിയിലത് റെഡിയായിട്ട് ആക്കിക്കൊണ്ടിരിക്കണു. കാണാൻ തന്നെ ഭംഗി. ആ വിനാഗിരി ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ല കളറാവും. ശരീരത്തിൽ ബ്ലഡ് വയ്ക്കാനൊക്കെ നല്ലതല്ലേ ബീട്രൂട്ട്, എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ. അപ്പോൾ ഇത് അല്ലാതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ അത്. ഇതെൻ്റെ മമ്മി എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ മമ്മിയില്ല. മമ്മിയുടെ ഓർമ്മയ്ക്കും കൂടിയിട്ട് ഞാനിപ്പോൾ ഇത് കിട്ടിയപ്പോൾ വേഗം ആക്കിയെന്ന് മാത്രം. ഇളക്കി വയ്ക്കുക. നമ്മുടെ ബീട്രൂട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് അതൊന്ന് എടുത്ത് കഴിച്ച് നോക്ക്. നമുക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഇതാ സെറ്റായിട്ടുണ്ട്. വിനാഗിരി കുറച്ചും കൂടി ഒഴിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് വിനാഗിരിയിൽ ഒഴിച്ച് വെച്ചേക്കണത് സെറ്റായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.